ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് യമുന മെല്ലെ എണീക്കുകയാണ്. എണീറ്റിരുന്നതിന് ശേഷം യമുന കോളേജിൽ നിന്നും കൂട്ടുകാരെല്ലാം പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് കരയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗയെയും വിനീതിനെയാണ്. അങ്ങനെ വിനീത് ഉറക്കത്തിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഗംഗ എണീക്കും. അതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ് ഗംഗ. അങ്ങനെ ഗംഗ വിനീത് അറിയാതെ മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന യമുനയാണ്. യമുനയുടെ കയ്യിൽ ഒരു മരുന്നിൻ്റെ ബോട്ടിലുണ്ടാകും. അതിങ്ങനെ പിടിച്ചുകൊണ്ട് യമുന കരയുകയായിരിക്കും. കരയുന്ന സമയത്ത് യമുന കോളേജിൽ വെച്ച് വൈശാഖ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്. വൈശാഖ് കൂട്ടുകാർക്കെല്ലാം അവർ തമ്മിൽ നിന്ന് എടുത്ത ഫോട്ടോസുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. സാറുമാരെല്ലാം യമുനയോട് പറയുന്നുണ്ട്, കോളേജിലോട്ട് വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ കളികൾക്കല്ല എന്ന് പറയുന്നത്. ആ സമയത്ത് വിനീതിൻ്റെ അടുത്ത് നിന്നും ഗംഗ യമുനയുടെയും കാവേരിയുടെയും അടുത്ത് വന്ന് കിടക്കാൻ വരികയാണ്. അങ്ങനെ കിടക്കാൻ നിൽക്കുന്ന സമയത്ത് ഗംഗ അവിടെ യമുനയെ നോക്കുന്ന സമയത്ത് അവിടെ എവിടെയും യമുനയെ കാണുന്നില്ല. അങ്ങനെ മനസ്സിൽ ഗംഗ കരുതുകയാണ് എവിടെയാണ് യമുന എന്ന്. പിന്നീട് യമുനയാണ് കാണിക്കുന്നത്. യമുനയുടെ കയ്യിൽ ഗുളിക ഉണ്ടാവും. ആ ഗുളിക എടുത്ത് വായിലോട്ട് ഇടാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗംഗ വന്ന് യമുനയുടെ കയ്യിലുള്ള ഗുളിക തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് യമുനയോട് ചോദിക്കുന്നുണ്ട്, ഗംഗ നീ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് നീ ഗുളിക കുടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ കരയുകയാണ് യമുന. എന്നിട്ട് ഗംഗ ചോദിക്കുന്നുണ്ട്, നീ ഇതിൽ ഗുളിക കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് യമുനയുടെ വായിലെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് യമുന പറയുകയാണ്, ഞാൻ കഴിച്ചിട്ടില്ല. അടുക്കളയിലുള്ള ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് കാവേരി വരുന്നുണ്ട്. കാവേരി വന്നതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ശബ്ദം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിലത്ത് കിടക്കുന്ന ഗുളികൾ കണ്ട് ചോദിക്കും, ഇതെന്താണ് ഗുളികയെല്ലാം തറയിലിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, ഇതെല്ലാം ഇവളുടെ പണിയാണ്. എന്തിനാ ഇത്രയും തോനെ ഗുളിക എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, ഇതെല്ലാം ഇവൾ കഴിക്കാൻ നിൽക്കായിരുന്നു, ഞാൻ വന്നില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇത് ഇവൾ കഴിച്ചിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിൻ്റെ ഗുളികയാണെന്ന് ചോദിക്കുകയാണ്. ഇത് മുത്തശ്ശിയുടെ ഗുളികയാണ്, ഇത് കൂടുതൽ കഴിച്ചാൽ അപകടമാണെന്ന് പറയാണ്. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് യമുനയോട്, നീ ഇതിൽ നിന്നും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യമുന കരഞ്ഞിക്കൊണ്ട് പറയുകയാണ്, ഇല്ല ചേച്ചി, കഴിച്ചിട്ടില്ല. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഉറങ്ങിയിരുന്നത്, നീ നല്ല ഉറക്കമായിരുന്നല്ലോ. കാവേരി പറയും, നീ എന്തിനാ ഇത് കഴിക്കുന്നത്, നീ ഇത്രയും വലിയ പഠിപ്പും വിവരവും ഉള്ളവളല്ലേ, എന്നിട്ട് ഇതാണോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. കാണിക്കുന്നത് നമ്മളുടെ വിനീതിനെയാണ്. ഉറക്കത്തിൽ നിന്നും എണീറ്റ് ഗംഗ എവിടെയെന്ന് നോക്കുകയാണ്. അങ്ങനെ വിനീത് പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് യമുനയും ഗംഗയും കാവേരിയും സംസാരിക്കുകയായിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന യമുനയോട് ഗംഗയും കാവേരിയും പറയാണ്, കരയാതെ ഇരിക്ക്, ഇനി ഇത് അമ്മ കേട്ട വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, ഞാൻ ഒരു നിമിഷം ലേറ്റ് ആയിരുന്നുവെങ്കിൽ ഇവൾ ആ ഗുളിക എല്ലാം കഴിച്ചിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് വിനീത് ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. യമുന പറയും, ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ല ചേച്ചി എന്ന് പറയണ. ആ സമയത്ത് കാവേരി പറയും, എല്ലാവരെയും വിട്ട് നീ മരിച്ച എല്ലാ പ്രശ്നവും തീരുമോ. ഇതാണ് അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.